സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് ധരിപ്പിച്ച് ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും 5000 രൂപ തട്ടിയെടുത്ത് യുവാവ് കടന്നു. പത്തനംതിട്ട അഴൂരിലായിരുന്നു സംഭവം. ശാരീരിക അവശതകളുള്ള രാധാകൃഷ്ണനാണ് തട്ടിപ്പിനിരയായത്. തട്ടിപ്പ് മനസ്സിലായതിന് പിന്നാലെ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകി. പക്ഷാഘാതത്തെ തുടർന്ന് കാലുകളുടെ ചലനം പൂർണ്ണമല്ലാത്ത മനുഷ്യൻ. വർഷങ്ങളായി ലോട്ടറി വിൽപ്പന നടത്തി ഉപജീവനമാർഗം കണ്ടെത്തുന്ന രാധാകൃഷ്ണൻ സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് 5000 രൂപയാണ് രാധാകൃഷ്ണന്റെ പക്കൽ നിന്നും യുവാക്കൾ തട്ടിയത്. കഴിഞ്ഞ തിങ്കളാഴ്ച നറുക്കെടുത്ത ഭാഗ്യധാരയിൽ 5000 രൂപയുടെ സമ്മാനം ലഭിച്ചു എന്ന് അവകാശപ്പെട്ടാണ് യുവാവ് എത്തിയത്. രാധാകൃഷ്ണൻ പണം കടം വാങ്ങിയായിരുന്നു യുവാവിന് നൽകിയത്. എന്നാൽ പിന്നീട് സമ്മാനാർഹമായ ടിക്കറ്റ് എന്ന് കരുതി പണം മാറിയെടുക്കാൻ ഏജന്റിനെ സമീപിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത്. 15-ാം തീയതി ഉച്ചയ്ക്ക് 12:30 ശേഷം ഒരാൾ വന്ന് മറുതന്നെയായിരുന്നു. അപ്പോൾ ടിക്കറ്റ് കൊടുത്ത് ബാക്കി പൈസയും വാങ്ങിച്ചിട്ട് 5000 രൂപ ടിക്കറ്റ് അടിച്ചാൽ തന്നു. കഴിഞ്ഞപ്പോഴാണ് ഉള്ള ടിക്കറ്റ് നമ്പർ തിരുത്തിക്കൊണ്ട് ഭാഗ്യക്കുറിയിൽ രേഖപ്പെടുത്തിയിരുന്നതിൽ 5 എന്ന അക്കം പെൻസിൽ കൊണ്ട് 8 എന്ന് മാറ്റി എഴുതിയായിരുന്നു തട്ടിപ്പ്. നമ്പരും മഷുണ്ട്, കാണുമ്പോൾ അറിയാം നമുക്ക്. പിന്നെ കടയെ കൊണ്ട് കൊടുത്തപ്പോഴാണ് നമുക്ക് പറ്റിയപ്പോൾ മനസ്സിലായത്. സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്നിട്ട് അന്വേഷിച്ചു കഴിഞ്ഞപ്പം ആദ്യം പിടിച്ച ആളല്ല. പിന്നെ CCTV പരിശോധിക്കാമെന്ന് പറഞ്ഞ് പോവുക. പിന്നെ ഇതുവരെ എനക്കും ഇല്ല. ആ ബെമ്പറിൻ്റെ ടിക്കറ്റ് വിറ്റായിരുന്നു. അതും ആ പൈസ എല്ലാവരുടെ കടം വാങ്ങിച്ചാണ് ഉള്ളത്. പത്തനംതിട്ട പോലീസിലായിരുന്നു പരാതി നൽകിയത്. സമീപത്തെ കെട്ടിടത്തിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ഇവ അന്വേഷണത്തിന് സഹായകമായില്ല. കയ്യിലില്ലാതിരുന്ന പണം കടം വാങ്ങി നൽകി കബളിപ്പിക്കപ്പെട്ടതിന്റെ ദുഃഖത്തിലാണ് രാധാകൃഷ്ണൻ. പ്രതിയെ എത്രയും വേഗം പിടികൂടണമെന്നാണ് രാധാകൃഷ്ണന്റെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.